Hello, welcome back to my channel. I'm Sania Jacob, a nurse working in Ireland. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതിന് കാരണം ഞാൻ കുറച്ച് സിക്കായിരുന്നു. പിന്നെ അങ്ങനെ വലിയ വീഡിയോ ചെയ്യാനും മാത്രം കണ്ടന്റ് ഉള്ള ഒരു ടോപ്പിക്കൊന്നും എനിക്ക് കിട്ടിയുമില്ല. എന്തെങ്കിലും നഴ്സിംഗ് വേക്കൻസി റിലേറ്റഡ് ഉള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ എത്ര സിക്കാണെങ്കിലും ഞാൻ വന്ന് ചെയ്തേനെ. എനിക്കറിയാം ആ ഒരു വേക്കൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസീസ് ഒന്നും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നില്ലായിരുന്നു. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അയർലൻഡിൽ ഇപ്പോൾ ഇന്ത്യൻ നഴ്സസിനുള്ള വേക്കൻസീസ് വരുന്നില്ല, അതേപോലെ തന്നെ ഇവിടുത്തെ റേസിസ്റ്റ് അറ്റാക്ക് അഗെയിൻസ്റ്റ് ഇന്ത്യൻസ് ഇൻ അയർലൻഡ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞ് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ടെൻഷൻ ഇവിടെ ഇപ്പോൾ സേഫ് ആണോ, അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ കാരണം വിസ എങ്ങാനും കിട്ടാതിരിക്കുമോ. അപ്പം സോ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടാണ്. സോ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഡൗട്ട്സിനെല്ലാം ഒരു ആൻസർ എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ്, റേസിസ്റ്റ് അറ്റാക്ക് അഗെയിൻസ്റ്റ് ഇന്ത്യൻസ് ഇൻ അയർലൻഡ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും നന്നായിട്ട് ഇപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം ഇങ്ങോട്ട് വരാനിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. കുറച്ച് ഇഷ്യൂസൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി ഫേക്ക് ന്യൂസുകളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പിന്നെ ഒത്തിരി റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏതാണ് സത്യം ഏതാണ് കള്ളത്തരം എന്നറിയാൻ മേലാത്തൊരു സിറ്റുവേഷനിലൂടെയായിരുന്നു നമ്മൾ കുറച്ച് നാൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പലരും ചോദിച്ചായിരുന്നു ഞാൻ സേഫ് ആണോ. ഞാൻ കറൻ്റ്ലി സേഫാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലവും ഓക്കെയാണ്. ഇവിടെ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അയർലൻഡ് മൊത്തത്തിലല്ല ഈ ഒരു ഇഷ്യൂ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംബസി അറിയിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യൻസ് കൂടുതലും ഒറ്റപ്പെട്ട സ്ഥലത്തോട്ടൊക്കെ പോകാതെ ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ഒന്ന് കരുതലോടെ ഇരിക്കുക. അതാണ് എംബസി അറിയിച്ചിരിക്കുന്നത്. അല്ലാതെ ലോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതായിട്ടോ അല്ലെങ്കിൽ വിസയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതായിട്ടോ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നതായിട്ടോ ഒന്നും അങ്ങനെ അറിയിച്ചിട്ടില്ല. സേഫ് ആയിട്ട് ഇരിക്കുക, കുറച്ചുകൂടെ കരുതലോടെ ഇരിക്കുക ഇന്ത്യൻസ്. അതാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ. ആ ഒരു ഇഷ്യൂസൊക്കെ നടന്ന സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു 3-4 ദിവസം. അപ്പോൾ ആ സമയത്ത് ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇപ്പം എല്ലാം നോർമലായിട്ടാണ് തോന്നുന്നത്. ഏതോ ഒരു മൂവിയിൽ പറയുന്ന പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തരണം ചെയ്തേ പറ്റത്തുള്ളൂ. എനിവേ, ഇപ്പം കറൻ്റ്ലി ഓക്കെ ആണ്, സേഫാണ് ഞാൻ. അതേപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും അങ്ങനെ വലിയ ഇഷ്യൂസ് ഉള്ളതായിട്ട് ഒന്നും കേട്ടിട്ടില്ല. പിന്നെ എൻ്റെ കൂടെയും ഐറിഷ് സ്റ്റാഫ്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റേസിസം ഡിഫറൻസ് ഒന്നും കാണിച്ചതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തും ഞാൻ ഓക്കെയാണ്, താമസിക്കുന്നിടത്തും ഓക്കെയാണ്. എനിക്കിപ്പോൾ കറൻ്റ്ലി അത്രേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. പലർക്കും സേഫ്റ്റിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും അല്ല ഇഷ്യൂസ്, ചില പർട്ടിക്കുലർ ഏരിയാസിലാണ്. ഇപ്പോൾ നിങ്ങൾ അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർ, നിങ്ങൾ അയർലൻഡിൽ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ അയർലൻഡിലുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. ഓക്കെ ആണെങ്കിൽ വരിക. അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് നടത്താൻ പറ്റുമോ, അതായത് വേറെ സ്ഥലം മാറ്റി കിട്ടുമോ എന്നൊക്കെ ഒന്ന് നിങ്ങളുടെ എംപ്ലോയറിനെയോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസിയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അന്വേഷിക്കുക. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് അയർലൻഡിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ നഴ്സസിന്റെ വേക്കൻസീസ് വരുന്നില്ല. ഇത് ഈ ഒരു ഇഷ്യൂ കാരണമൊന്നുമല്ല. അതിന് മുന്നേ നിങ്ങൾക്കറിയാം വേക്കൻസീസ് ഒന്നും വരുന്നില്ലായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേക്കൻസീസ് ഉണ്ടായിരുന്നു കുറച്ച്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേക്കൻസീസ് വരുന്നില്ല. UK പാസ്പോർട്ട് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ UK ട്രെയിൻഡ് നഴ്സസിനാണ് വേക്കൻസീസ് വരുന്നത്. വരുന്നതല്ല, ഇപ്പോൾ വരുന്നത് ഫുൾ അവർക്കുള്ളതാണ്. അതിപ്പോൾ KCRന്റെ സൈറ്റിലായാലും CPLന്റെ സൈറ്റിലായാലും അതേപോലെ തന്നെ ഐറിഷ് jobs.i എല്ലായിടത്തും ഇത് തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നഴ്സസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേക്കൻസീസ് എന്തെങ്കിലും എൻ്റെ കടയിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് വീഡിയോയിൽ മെൻഷൻ ചെയ്യും. അതേപോലെ തന്നെ കുറേ പേര് ലൈക്ക് FBയിലും അവിടെ ഇവിടെയൊക്കെ ഓരോ പോസ്റ്റ് കാണുന്നുണ്ട്. ഇതൊക്കെ ജെന്യുവിൻ ആണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ പറഞ്ഞു തരാൻ. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് എനിക്കതറിയില്ല ജെന്യുവിൻ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിക്കാൻ ഞാൻ പറയാറുണ്ട്.
അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അണ്ടറിൽ കുറച്ച് പേരൊക്കെ ഓരോ ഏജൻസിയെ കുറിച്ചൊക്കെ കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതും കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചോദിക്കുന്ന ഏജൻസീസ് ഒക്കെ അതിന്റെ കൂട്ടത്തിലുണ്ടോ എന്ന് ഒന്ന് നോക്കാം. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇത് ജെന്യുവിനാണോ അത് ജെന്യുവിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്ലീസ് നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്. റീസെൻ്റ്ലി വരുന്നതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അതാണ്. FB-യിലും അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് എനിക്കറിയാം നിങ്ങൾ ഒരു വേക്കൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, അതിൻ്റെ ഒരു ടെൻഷനിലാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന്. പക്ഷെ എനിക്കറിയില്ല ഇത് ജെന്യുവിനാണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എക്സ്പീരിയൻസ് എടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്പീരിയൻസ് ആണ് ഇപ്പം കൂടുതലായിട്ട് ഇവർ ആവശ്യപ്പെടുന്നത്. സോ മാക്സിമം എക്സ്പീരിയൻസ് എടുക്കുക. കൂടുതലും ICU അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ എൽഡർലി കെയറിലൊക്കെ എക്സ്പീരിയൻസ് എടുക്കുക. അതിനൊക്കെയാണ് ഇവിടെ കൂടുതൽ ഡിമാൻഡുള്ള ഏരിയാസ്. അല്ലെങ്കിൽ ലൈക്ക് ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് കൺട്രീസ് ലൈക്ക് UK, ഓസ്ട്രേലിയ ഒക്കെ നിങ്ങൾ ഒന്നൊരു ബാക്കപ്പായിട്ട് അതും കൂടെ ട്രൈ ചെയ്യുക. പിന്നെ വേക്കൻസി എന്തെങ്കിലും എൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേക്കൻസീസ് എൻ്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് വീഡിയോ ഇട്ടിരിക്കും. അത് ഞാനിപ്പോൾ എത്ര സിക്കാണെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്കിപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇൻ അയർലൻഡും അതേപോലെ തന്നെ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു റേസിസ്റ്റ് അറ്റാക്ക് കൊണ്ട് ലൈക്ക് വേക്കൻസീസിലൊന്നും അങ്ങനെ വലിയ ഡിഫറൻസ് വന്നിട്ടില്ല. ഓൾറെഡി നമുക്ക് നേരത്തെ വേക്കൻസീസ് കുറവായിരുന്നു, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതേപോലെ തന്നെ ലോസിലൊന്നും അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് ഒഫീഷ്യൽ സൈറ്റിൽ കാണും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.